തൃശൂർ പുന്നയൂരിൽ ഈ മാസം 24-ന് സംഭവിച്ച നിയമലംഘനം കാരണം ഉണ്ടാകാമായിരുന്ന വലിയൊരു അപകടത്തിൽ നിന്ന് തൃപ്പൂണിത്തുറ സ്വദേശിയും കുടുംബവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. സംഭവത്തിന്റെ ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസ് നമസ്തേ കേരളത്തിലൂടെ വാർത്ത പുറത്തുവിട്ടതിനു പിന്നാലെ ടിപ്പർ ലോറി ഉടമയ്ക്കും ഡ്രൈവർക്കുമെതിരെ കർശന നടപടിക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകി. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് തൃപ്പൂണിത്തുറ സ്വദേശി കണ്ണനും കുടുംബവും രക്ഷപ്പെട്ടത്. പുന്നയൂർ എന്ന സ്ഥലമാണ്. അവിടുന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം ഞങ്ങൾ ഈ ഹൈവേയിലൂടെ ബൈ റോഡിൽ നിന്ന് കയറി സഞ്ചരിച്ച് പോകുമായിരുന്നു. പെട്ടെന്നാണ് ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും ഓവർടേക്കിങ്ങിനുള്ള ലാസ്റ്റ് ലൈനിൽ കൂടെ ഞങ്ങൾ വണ്ടി മുന്നോട്ടെടുത്ത് പോകുമ്പോഴാണ് പെട്ടെന്നൊരു വണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അപ്പുറത്തെ സൈഡിൽ വേറെ വണ്ടികൾ പോകുന്നുണ്ട്, നമ്മുടെ നേരെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നത്. ശരിക്കും പാനിക്കായി പോയി. ഞാൻ വൈഫും കുട്ടിയും അമ്മയായിരുന്നു. അവരും ശരിക്കും നിലവിളിച്ചു പോയി. കംപ്ലീറ്റ്ലി ബ്ലാങ്ക് ആയിപ്പോയി, എന്താ സംഭവിക്കണമെന്ന് അറിയാതെ. KL2 AQ 7326 നമ്പറുള്ള ടിപ്പർ ലോറിയാണ് അതീവ ഗുരുതരമായ ഈ നിയമലംഘനം നടത്തിയത്. മോട്ടോർ വാഹന വകുപ്പിന്റെ വെബ്സൈറ്റിലെ വിവരങ്ങൾ അനുസരിച്ച് 142 തവണ നിയമലംഘനങ്ങൾക്ക് പിഴ ചുമത്തപ്പെട്ട വാഹനമാണിത്. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചതും ഇൻഷുറൻസ് ഇല്ലാതെ നിരത്തിലിറക്കിയതും അടക്കമുള്ള കുറ്റങ്ങളാണ് തുടർച്ചയായി ഈ വാഹനത്തിനുമേൽ ചുമത്തപ്പെട്ടിരിക്കുന്നത്. അവസാനമുള്ള 2 ചെല്ലാൻ വന്നിരിക്കുന്നത് ഇൻഷുറൻസ് ഇല്ലാതെ വണ്ടി നിരത്തിലിറക്കിയിരിക്കുന്നതിനാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാകുന്നു ഇത്രയും കുറ്റകൃത്യമുള്ള വാഹനം വീണ്ടും എന്ത് ഇതിലാണ് നിരത്തിലിറങ്ങിയിരിക്കുന്നത്, അതിനെന്താണ് സർക്കാർ അല്ലെങ്കിൽ നിയമ നടപടികൾ ഉണ്ടാവേണ്ടതെന്ന് നമുക്കറിയില്ല. ലൈൻ പാലിക്കണമെന്ന് നമ്മൾ പറയാറുണ്ട്, പക്ഷേ എതിർദിശയിലേക്കുള്ള ട്രാക്കിൽ കയറി ലോറി അതിവേഗത്തിൽ വരികയാണ്. അത്ഭുതകരമായ രക്ഷപ്പെടലാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് നമസ്തേ കേരളത്തിലെ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് വാഹനത്തിന്റെ പെർമിറ്റ് റദ്ദാക്കാനും ഡ്രൈവറുടെ ലൈസൻസ് റദ്ദാക്കാനുമുള്ള നടപടികൾക്ക് ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു നിർദ്ദേശം നൽകിയത്.